1984 ജൂൺ 6 തീയതിയിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വീണ്ടും ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം അതൊക്കെ പശുവും ചത്തും ഊരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ്. അന്ന് തൽക്കാലം തല താഴ്ത്തിയ തീവ്രവാദികൾ ഈ സമീപകാലത്തായിട്ട് വീണ്ടും തല പൊക്കിയിരിക്കുകയാണ്. അതിൽ ചില നേതാക്കന്മാരെയൊക്കെ നരേന്ദ്രമോദിയുടെ സർക്കാർ അറസ്റ്റ് ചെയ്ത് ആസാമിലും മറ്റുമൊക്കെയാണ് തടവിൽ പാർപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇടത്തരം ചില തീവ്രവാദികൾ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഭരണമായതുകൊണ്ട് തീവ്രവാദികൾക്ക് തല പൊക്കാനും പത്തി പിരിക്കാനും വിഷം ചീറ്റാനും അത്യാവശ്യം ആൾക്കാരെ കടിക്കാനും കൊല്ലാനും ഒക്കെയുള്ള സൗകര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ വീണ്ടും ഈ ബ്ലൂ സ്റ്റാറിൻ്റെ ചിത മാന്തിയത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരമാണ്. ചിദംബരം കഴിഞ്ഞ ദിവസമാണ് ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്തുകൊണ്ട് നിസ്സംഗത പാലിച്ചു, എന്തുകൊണ്ട് പാകിസ്ഥാനെ കടന്നാക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറി എന്ന വിഷയത്തെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ ബ്ലൂ സ്റ്റാർ പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. അദ്ദേഹത്തിന് വേറെ വല്ല അജണ്ടയും ഉണ്ടോ എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ സംശയിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ചിദംബരം പറഞ്ഞതെന്താ വെച്ചാൽ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ അനാവശ്യമായിരുന്നു. അതില്ലാതെ ഈ തീവ്രവാദികളെ വേണമെങ്കിൽ നമുക്ക് കെണി വച്ച് പിടിക്കാൻ പറ്റുമായിരുന്നു. എലിക്കെണി പോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് സുവർണ്ണക്ഷേത്രത്തിന് മുമ്പിൽ കൊണ്ടു വയ്ക്കാം. ബിന്ദരമാല വരുമ്പോൾ അതിൻ്റെ അകത്ത് കയറും. അപ്പോൾ ടപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പിട്ട് അടച്ചു കഴിഞ്ഞാൽ മൂപ്പിലാനെ നമുക്ക് ജീവനോട് പിടിക്കാൻ പറ്റും. പിടിച്ച് പിന്നെ വിചാരണ ചെയ്ത് ആ സമയം പോലെ അദ്ദേഹത്തെ ശിക്ഷിക്കൂ, അല്ലെങ്കിൽ വെറുതെ ഇവിടെ എന്തെങ്കിലും ചെയ്യാറും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സംഭവിച്ച് സുവർണ്ണക്ഷേത്രത്തിലേക്ക് പട്ടാളം കയറുകയും തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു. അത് ഭയങ്കര തെറ്റായിപ്പോയി എന്നാണ്. പിന്നെ പുള്ളി അതിന് വേറെ ഉദാഹരണം പറഞ്ഞു. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്ന പേരിൽ മറ്റൊരു ഓപ്പറേഷൻ കുറേ കാലത്തിന് ശേഷം നടത്തിയിരുന്നു രാജീവ് ജിയുടെ സമയത്ത്. അതുപോലെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. അതായത് ഈ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പുക കയറ്റി വിടുക. ആ പുക കയറി കഴിയുമ്പോൾ ഇവരെ കണ്ണിൽ നിന്ന് വെള്ളം വരും, കണ്ണ് നീറും, മൂക്കിൽ നിന്ന് വെള്ളം വരും, പിന്നെ ഇവർ ചുമയ്ക്കും. അങ്ങനെ ചുമച്ച് നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ അവർ പുറത്തിയാടും. അപ്പോൾ നമുക്ക് ജീവനോടെ പിടിക്കാം. ഇതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. ഇതുപോലെയുള്ള കലാപരിപാടികൾ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നാണ് ചിദംബരത്തിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞത്. അതിൻ്റെ യുക്തിരാഹിത്യത്തിലേക്ക് പോടക്കും. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, ആരായിരുന്നു ഇതിൽ യഥാർത്ഥ വില്ലൻ എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്ന 1984 അതിൻ്റെ കേളികൊട്ട് 1977 ഉണ്ടായത്. 77 പ്രത്യേകത നമുക്കറിയാം. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിലും മകൻ സഞ്ജയ് ഗാന്ധി അമേത്തിയിലും പരാജിതരായി. കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം ഇല്ലാതെ മൊറാർജി ദേശായി നയിക്കുന്ന കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിൽ വന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ ജനതാ പാർട്ടിയോടൊപ്പം ഒരു സഖ്യകക്ഷിയായിട്ട് അകാലിദളുമുണ്ടായിരുന്നു. പ്രകാശ് സിംഗ് ബാദൽ ആദ്യം കൃഷിമന്ത്രിയായിട്ട് വന്നു. പിന്നീട് പഞ്ചാബിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ അകാലി ജനതാ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പഞ്ചാബിലേക്ക് പോയി. പകരം സുർജിത് സിംഗ് ബർണാല കൃഷിമന്ത്രി. അങ്ങനെ കേന്ദ്രത്തിൽ ബർണാലയും പഞ്ചാബിൽ ബാദലുമുള്ള സമയത്താണ് തീവ്രവാദികളുടെ കേളികൊട്ട് ആരംഭിച്ചത്. അതിൻ്റെ നായക സ്ഥാനത്ത് വന്ന ആളാണ് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല. ഈ ഭിന്ദ്രൻവാലയെ കണ്ടുപിടിച്ച് തീവ്രവാദത്തിൻ്റെ ചൂട്ടുകറ്റ ഏൽപ്പിച്ചു കൊടുത്താരെന്ന് വെച്ചാൽ അത് ഇന്ദിരാഗാന്ധിയും അവരുടെ താല്പര്യപ്രകാരം മകൻ സഞ്ജയ് ഗാന്ധിയും രണ്ടുപേരുടെയും പ്രധാന കയ്യാളായിരുന്ന സാക്ഷാൽ ഗ്യാനി സെയിൽ സിംഗ് വരും. സെയിൽ സിംഗ് പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ തീവ്രവാദികളും മിതവാദികളുമായ എല്ലാ സിക്കാരും പുള്ളിക്ക് പരിചയമുണ്ട്. ആ അറിവ് വെച്ച് ഇന്ദിരാഗാന്ധിയുടെ താല്പര്യപ്രകാരമാണ് ഭിന്ദ്രൻവാലയെ കണ്ടുപിടിച്ചത്. അന്ന് അകാലികളും നിരങ്കാരികളും തമ്മിൽ സംഘർഷം നടക്കുന്ന സമയമാണ് 1978. നിരങ്കാരികളുടെ ഒരു വലിയ സമ്മേളനം നടക്കുന്നതിലേക്ക് ഭിന്ദ്രൻവാല ഒരു സംഘം സിംഗന്മാരെ നയിച്ചുകൊണ്ട് വരികയും അതിനെ തുടർന്ന് വലിയ ഏറ്റുമുട്ടലുണ്ടാക്കി. ഈ രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഭിന്ദ്രൻവാല ആദ്യമായിട്ട് ദേശീയ ശ്രദ്ധയിൽ വരുന്നത്. അതിന് മുമ്പ് ആരും പുള്ളി അറിയില്ല. പിന്നീട് അങ്ങോട്ട് ഓരോ കാൽവെപ്പിലും ഇന്ദിരാഗാന്ധിയുടെ ആശീർവാദം, ഇന്ദിരാഗാന്ധിയുടെ അനുഗ്രഹവും ഉണ്ടായിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ വ്യക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ സെയിൽ സിംഗിൻ്റെ സർവ്വവിധത്തിലുള്ള പ്രേരണയും ഉണ്ടായിരുന്നു.